നമസ്കാരം. പ്രധാന വാർത്തകൾ. ആശയപരമായ രാഷ്ട്രീയത്തിനു പകരം CPM അക്രമ രാഷ്ട്രീയം നടത്തുകയാണെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. പിണറായിയുടെ ഒത്താശയോടെയാണിതെന്നും മാർട്ടിൻ ജോർജ്. ചമ്പാട് കീഴന്തിമുക്ക് റോഡ് നവീകരണത്തിന്റെ അലൈൻമെന്റ് മാറ്റാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. മുൻകൂട്ടി തീരുമാനിച്ച് കുറ്റിയിട്ട അലൈൻമെന്റ് മാറ്റാനുള്ള നീക്കത്തിനെതിരെയാണ് പ്രതിഷേധം. തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ 3 ദിവസങ്ങളിലായി നടന്ന ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന് സമാപനം. സ്പീക്കർ അഡ്വക്കേറ്റ് N. ഷംസീർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ചരിത്രത്തിന്റെ ആഴത്തിലുള്ള പുനർവായനയ്ക്ക് വേദിയായി ചരിത്ര കോൺഗ്രസിലെ പാനൽ ചർച്ചകൾ. പ്രാചീന ഇന്ത്യ മുതൽ ആധുനിക കാലം വരെയുള്ള വിവിധ വിഷയങ്ങളിൽ പ്രഗത്ഭർ പ്രബന്ധാവതരണം നടത്തി. വാർത്തകൾ വിശദമായി. ആശയപരമായ രാഷ്ട്രീയത്തിനു പകരം CPM അക്രമ രാഷ്ട്രീയം നടത്തുന്നത് പിണറായിയുടെ ഒത്താശയോടെയാണെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. വടക്കുംപാട് മടത്തുംഭാഗം പ്രിയദർശിനി ക്ലബിനു നേരെ കഴിഞ്ഞ ദിവസം നടന്ന അക്രമത്തെ തുടർന്ന് സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആശയപരമായ രാഷ്ട്രീയത്തിനപ്പുറം അക്രമ രാഷ്ട്രീയം നടത്തുന്നത് പിണറായിയുടെ ഒത്താശയോടെയാണെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. CPM നേതൃത്വത്തിൽ ക്രിമിനലുകൾ ചെയ്ത നടപടിയാണെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. CPM വിജയിച്ചുകൊണ്ടിരിക്കുന്ന വാർഡുകളിൽ മറ്റൊരു പാർട്ടി വിജയിക്കുമ്പോൾ അവിടെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക എന്നത് CPMന്റെ സ്ഥിരം ശൈലിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നലെ നടത്തിയ അക്രമം അത് CPMന്റെ നേതൃത്വത്തിന്റെ അറിവോടുകൂടി ക്രിമിനലുകൾ ചെയ്ത നടപടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും. കാരണം ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക സ്വാഭാവികമാണ്. അതിലൊരു പക്ഷം വിജയിക്കും, ഒരു പക്ഷം തോൽക്കും. പക്ഷേ ഇവിടെ കാലാകാലങ്ങളിലായി CPMന്റെ കൈകളിൽ ഉണ്ടായിരുന്ന ആ വാർഡ്, ഇവിടുത്തെ മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള വിജയിച്ചു എന്നുള്ളത് ഇത്തരം ഒരു സംഭവം ഉണ്ടാകാൻ വേണ്ടി CPMനെ പ്രകോപിപ്പിച്ചു. കാരണം അവർ വിജയിച്ചു കൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ ആരെങ്കിലും മറ്റു പാർട്ടികൾ വിജയിച്ചാൽ അവിടെ കുഴപ്പമുണ്ടാക്കുക എന്നുള്ള ഒരു ശൈലി CPM സ്വീകരിച്ചുകൊണ്ടിരിക്കും. മമ്പറം ടൗണിൽ നടത്തിയ ആക്രമണം നിങ്ങൾക്കുണ്ട്. അവിടുത്തെ വാർഡ് കൗൺസിൽ CPMൽ നിന്നും ആ വാർഡ് കോൺഗ്രസ് പിടിച്ചെടുത്തു. അത് പിടിച്ചെടുക്കുമെന്ന് അറിയുന്നത് കൊണ്ടാണ് CPM അവിടെ ആ ഷോപ്പിൽ കയറി പട്ടാപ്പകൽ 11 മണിക്ക് ആക്രമണം നടത്തി. ഇവിടെയും ഇത് തന്നെയാണ്. ഇവിടെയും CPMന്റെ വാർഡ് സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തു എന്നുള്ളതാണ് CPMനെ സംബന്ധിച്ചിടത്തോളം ഹാലിളകിയിട്ടുള്ളത്, അക്രമം അഴിച്ചുവിട്ടിട്ടുള്ളത്. അതിന് CPMന്റെ നേതൃത്വം തന്നെ പിന്തുണ കൊടുക്കുന്നു എന്നുള്ളതാണ് ഇത്. KPCC ട്രഷറർ VA നാരായണൻ, KPCC അംഗം സജീവ് മാറോളി, തലശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് AP അരവിന്ദാക്ഷൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സുശീൽ ചന്ദ്രോത്ത്, മറ്റു നേതാക്കളായ ജതീന്ദ്രൻ കുന്നോത്ത്, അഡ്വക്കേറ്റ് വീണ, K. വിശ്വനാഥൻ എന്നിവരും DCC പ്രസിഡന്റിനോടൊപ്പം ഉണ്ടായിരുന്നു. ചമ്പാട് കീഴന്തിമുക്ക് റോഡ് നവീകരണത്തിന്റെ അലൈൻമെന്റ് മാറ്റാനുള്ള നീക്കത്തിനെതിരെ മീത്തലെ ചമ്പാട് നാട്ടുകാരുടെ പ്രതിഷേധം. നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ച് കുറ്റിയിട്ട അലൈൻമെന്റ് മാറ്റാനുള്ള നീക്കത്തിനെതിരെയാണ് നാട്ടുകാർ പ്രതിഷേധമുയർത്തിയത്. തുടർന്ന് സർവേ നിർത്തിവെച്ചു. ചെമ്പാട് കീഴന്തിമുക്ക് റോഡ് നവീകരണത്തിന്റെ അലൈൻമെന്റ് മാറ്റാനുള്ള നീക്കത്തിനെതിരെ മീത്തലെ ചെമ്പാട് നാട്ടുകാരുടെ പ്രതിഷേധം. നേരത്തെ തീരുമാനിച്ച് കുറ്റിയടിച്ച അലൈൻമെന്റാണ് മാറ്റി പുതിയ അളവ് മാർക്ക് ചെയ്തത്. ഇതോടുകൂടിയാണ് പരിസരവാസികൾ പ്രതിഷേധമുയർത്തിയത്. നിശ്ചയിച്ച അലൈൻമെന്റിൽ നിന്ന് 1 ഇഞ്ച് പോലും മാറ്റാൻ അനുവദിക്കുന്നില്ല എന്ന് പ്രദേശവാസികൾ പറഞ്ഞു. വിവരമറിഞ്ഞ് പന്നന്നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK മണിലാൽ, വാർഡംഗങ്ങളായ നസീർ ഇടവരത്ത്, KK മോഹനൻകുമാർ എന്നിവർ സ്ഥലത്തെത്തി. പ്രതിഷേധം കനത്തതോടെ സർവേ നടപടികൾ നിർത്തിവെച്ചു. KK മണിലാൽ വിവരം ഫോണിലൂടെ സ്പീക്കർ അഡ്വക്കേറ്റ് N. ഷംസീറിനെ ധരിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് സ്പീക്കർ ഉന്നത ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടു. അതേസമയം പഴയ അലൈൻമെന്റിൽ യാതൊരു മാറ്റവും വരുത്തില്ലെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. കേരള റോഡ് ഫണ്ട് ബോർഡ് 68 കോടി 6 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരണം നടത്തുന്നത്. 13.6 മീറ്റർ വീതിയിലാണ് റോഡ് നിർമ്മിക്കുന്നത്. 4 വീടുകളാണ് റോഡിനായി പൂർണ്ണമായും പൊളിച്ചു നീക്കേണ്ടത്. ആദ്യഘട്ടമായി 4 ലക്ഷം വീടുകൾക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാക്കി തുക പിന്നീട് വകയിരുത്തും.
കടകളിലെ ജീവനക്കാർക്ക് 35,000 രൂപയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചരിത്രത്തിന്റെ വിവിധ കാലഘട്ടങ്ങളെയും സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളെയും മുൻനിർത്തിയുള്ള ആഴത്തിലുള്ള പുനർവായനയ്ക്ക് വേദിയായി ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിലെ പാനൽ ചർച്ചകൾ. പ്രാചീന ഇന്ത്യ മുതൽ ആധുനിക കാലം വരെയുള്ള വിവിധ വിഷയങ്ങളിലായി പ്രഗത്ഭരായ ചരിത്രകാരന്മാരും പ്രൊഫസർമാരും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. സാംസ്കാരിക കൈമാറ്റത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു സിൽക്ക് റൂട്ട് എന്നും ഇന്ത്യൻ വൈദ്യശാസ്ത്രജ്ഞാനം ചൈനയിലേക്കും മധ്യേഷ്യയിലേക്കും എത്തിയത് ബുദ്ധമത വ്യാപനത്തിലൂടെയാണെന്നും ജാദവ്പൂർ സർവകലാശാലയിലെ പ്രൊഫസർ നൂപുർ ഗുപ്ത പറഞ്ഞു. Differences in material culture in opposition to one's ritual status. The Gahapatis were a new and prominent social entity. They were the rich landholding group, typically like Anathapindaka, but residing mostly in urban areas, employing non-kin laborers, dasa, bhattakas, porisas, to cultivate the vast landed property of the Gahapati. The Gahapati is also described to have supplied material resources, including taxes, to the ruler. He also figures as an important patron or donor to the Buddhist Sangha. That the list of the Gahapatis, Gahapati Bhagga, would include the king Udena, the very rich Anathapindika, Brahmana Lohitya, and Jivaka Kumaravacha, the greatest physician during the Buddha's time, leave little room for doubt that the Gahapati enjoyed a highly elevated status that had little, if any, correspondence to the Varna order. മധ്യകാല ഇന്ത്യയിലെ ബഹുസ്വരതയെക്കുറിച്ച് സംസാരിച്ച പ്രൊഫസർ സുനിത ശർമ്മ അമീർ ഖുസ്രുവിനെയും ആൽബറൂണിയെയും പോലുള്ളവരുടെ രചനകളിൽ മാനവികതയ്ക്കും മതേതരത്തിനുമായിരുന്നു മുൻഗണനയെന്ന് ചൂണ്ടിക്കാട്ടി. ആധുനിക ഇന്ത്യയെക്കുറിച്ചുള്ള സെഷനിൽ നവമാധ്യമങ്ങൾ ദേശീയതയെ ശക്തിപ്പെടുത്തുന്നതിനും ധ്രുവീകരണം സൃഷ്ടിക്കുന്നതിനും വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് പ്രൊഫസർ രാകേഷ് ഭട്ട്യാബാൽ വിശകലനം നടത്തി. ജാതി ലിംഗ ചരിത്രങ്ങളെ ഔദ്യോഗിക രേഖകൾക്കപ്പുറം സാധാരണക്കാരുടെ ജീവിതാനുഭവങ്ങളിലൂടെ വായിക്കണമെന്ന് പ്രൊഫസർ ചാരു ഗുപ്ത പറഞ്ഞു. പാലസ്തീനിലെ ഇസ്രായേൽ അധിനിവേശത്തെ സെറ്റ്ലർ കൊളോണിയലിസമായി വിലയിരുത്തിയ പ്രൊഫസർ എ.കെ. രാമകൃഷ്ണൻ സയോണിസ്റ്റ് പദ്ധതികളുടെ ചരിത്രപരമായ വേരുകൾ വിശദീകരിച്ചു. പുരാവസ്തുശാസ്ത്ര സെഷനിൽ പ്രൊഫസർ സുബ്രത കുമാർ ആചാര്യ പ്രാചീന ഒഡീഷയിലെയും കാശ്മീരിലെയും സ്ത്രീകളുടെ സാമൂഹിക പദവികളെക്കുറിച്ച് പഠനം അവതരിപ്പിച്ചു. വിവിധ സെഷനുകളിലായി നടന്ന ചർച്ചകളിൽ ചരിത്ര പഠനത്തിലെ പുതിയ സാധ്യതകളും രീതിശാസ്ത്രങ്ങളും വിശദമായി വിശകലനം ചെയ്യപ്പെട്ടു. 3 ദിവസങ്ങളിലായി തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ നടന്ന ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന് സമാപനം. രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ഡെലിഗേറ്റ്സ് ആണ് ചരിത്ര കോൺഗ്രസിന്റെ ഭാഗമായത്. സമാപനം സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു. പുതിയൊരു ചരിത്രം സൃഷ്ടിക്കുന്നതിനുള്ള ബോധപൂർവമായ നീക്കം നടത്തുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നതെന്ന് സ്പീക്കർ പറഞ്ഞു. ചരിത്രത്തെ വളച്ചൊടിക്കുന്നതിന് പുതിയ ചില പേരുകൾ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം സംഘപരിവാർ നടത്തുകയാണ്. ശാസ്ത്രത്തെ ഇതിഹാസം കൊണ്ട് പകരം വെക്കാനാണ് നീക്കം. രാജ്യത്തെ ചരിത്രപ്രധാനമായ പല സ്ഥലങ്ങളുടെയും പേരുകൾ മാറ്റുകയാണ്. ചരിത്രത്തെ ഭയന്നാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത്. വിദ്യാഭ്യാസ മേഖലയിലും ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഉൾപ്പെടെ പാഠപുസ്തകങ്ങളിൽ മാറ്റം വരുത്തുന്നു. ചരിത്രത്തെ വളച്ചൊടിക്കാനുള്ള ഇത്തരം ബോധപൂർവമായ നീക്കങ്ങളെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് ചരിത്രകാരന്മാരുടെ ഉത്തരവാദിത്വമാണെന്നും സ്പീക്കർ പറഞ്ഞു. At the same time, they are distorting the history. I am worried in future who killed Gandhi. In the future, students may reply, Gandhi was not killed by Godse. Gandhi's death was a normal death. I am not surprised. It may happen in future. So historians should tell many times, repeatedly you have to tell Gandhi was killed by Godse. The conspirator behind the Gandhi's murder was P.D. Savarkar. It should be repeated. Otherwise, people will forget who killed Gandhi. No, Gandhi was not killed. His death was a normal death. That's happening here. In NCERT syllabus, they are changing the history. Textbooks, they are changing. School syllabus, they are changing. College books, they are changing. Because they are worried about the future. They are worried about the history. That's why they are deliberately creating to change the history in India. So, anyhow, I am very confident because the DNA of Indian history was
challenging the arrogance. We are going through the tough times, but I am optimistic we will overcome this tough situation. There is no need to worry, we will overcome this tough situation in future. They are capturing old bodies. And communist forces, they are infiltrating communist forces in the old education sectors. They are trying to replace science with the myths. I am not quoting any names because it may create another problems to me, and they try starting an agitation against me, so I am not quoting any names. But it's very unfortunate in India. Very unfortunate. The things are happening here, very unfortunate. You know. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM പ്രഭാകരൻ, ധർമ്മടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഗീതമ്മ, ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് സെക്രട്ടറി പ്രൊഫസർ സയ്യിദ് അലി നദീം റസാഫി, ബ്രണ്ണൻ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ J വാസന്തി, പ്രോഗ്രാം കമ്മിറ്റി ചെയർപേഴ്സൺ MT നാരായണൻ, സംഘാടക സമിതി വർക്കിംഗ് ചെയർപേഴ്സൺ ഡോക്ടർ P മോഹൻദാസ്, ജനറൽ കൺവീനർ A വത്സൻ എന്നിവർ പങ്കെടുത്തു. 84ാം ചരിത്ര കോൺഗ്രസിന്റെ ഭാഗമായി നിർമ്മിച്ച തലശ്ശേരി ദി ട്രിസ്റ്റ് വിത്ത് ഹിസ്റ്ററി എന്ന ഡോക്യുമെന്ററി സ്പീക്കർ പ്രകാശനം ചെയ്തു. പൈതൃകം, ചരിത്രം എന്നിവയെ ഉൾപ്പെടുത്തിക്കൊണ്ട് തലശ്ശേരി ദി ട്രിസ്റ്റ് വിത്ത് ഹിസ്റ്ററി എന്ന നാമധേയത്തിൽ നമ്മുടെ ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജ് ഇംഗ്ലീഷ് വിഭാഗത്തിലെ പ്രൊഫസർ ലളിത് S സംവിധാനം ചെയ്ത ഡോക്യുമെൻ്ററിയാണ്. ഈ ഡോക്യുമെൻ്ററിക്ക് സിനിമാറ്റോഗ്രഫി ചെയ്തിട്ടുള്ളത് പ്രതാപ് ജോസഫ്, എഡിറ്റിംഗ് ശിവദത്ത് V, സിദ്ധാർത്ഥ് V, രണ്ടുപേരും ബ്രണ്ണൻ അലുമിനൈയാണ്. ഇതിന് പിന്നിൽ ഗവേഷണവും മറ്റ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം രാജ്യത്തെ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്നും സഹകരണ പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്തി നവീകരിച്ച് മുന്നോട്ടു പോകാൻ കഴിയണമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ 72ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ കൂത്തുപറമ്പ് സർക്കിൾ തല ഉദ്ഘാടനം പാറാൽ സഹകരണ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 72ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷം കൂത്തുപറമ്പ് സർക്കിൾ തല ഉദ്ഘാടനം പാറാൽ സഹകരണ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ ക്ഷേമത്തിലുമെല്ലാം വലിയ പങ്ക് വഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്, ഒരു മഹാപ്രസ്ഥാനമാണ്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം നമ്മുടെ രാജ്യത്തെ സഹകരണ പ്രസ്ഥാനത്തിന് ഒരു മാതൃകയാണ്. ആ സഹകരണ പ്രസ്ഥാനത്തെ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ശക്തിപ്പെടുത്തി നവീകരിച്ച് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് ഈ രംഗത്തുള്ളവരുടെ ഉത്തരവാദിത്വം. അതിനൊരു നിമിഷം പോലും നമുക്ക് മടി കാണിച്ചു നിൽക്കാൻ വേണ്ടി പറ്റില്ല. അല്ലാത്ത പക്ഷം നമ്മൾ പിന്തള്ളപ്പെട്ടു പോകും. വലിയ മത്സരങ്ങളുടെയും വെല്ലുവിളികളുടെയും കാലമാണ് ഈ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂജൻ ബാങ്കുകളും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളും അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളുമെല്ലാം ഈ മേഖലയ്ക്കകത്ത് സമാനതകളില്ലാത്ത പ്രതിസന്ധികളും പ്രശ്നങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ ഉപജീവന മാർഗമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ആശ്രയമായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ന്യൂജൻ ബാങ്കുകളുടെയും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളുടെയും ഒക്കെ കൊള്ളയിൽ നിന്ന് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ CV ശശീന്ദ്രൻ അധ്യക്ഷനായി. സഹകരണ പ്രസ്ഥാനം പുതുതലമുറയിലൂടെ എന്ന വിഷയത്തിൽ നടത്തിയ സെമിനാർ മുൻ ജില്ലാ ബാങ്ക് പ്രസിഡന്റ് P ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയികളായവർക്കുള്ള സമ്മാനദാനം മുൻ MLA KK നാരായണൻ നിർവഹിച്ചു. സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ അജീഷ് K കിഴക്കേൽ, സഹകരണ സംഘം ഭാരവാഹികളായ K ധനഞ്ജയൻ, K ശ്രീധരൻ, A പ്രദീപൻ, PK പ്രവീൺ, ഇരിട്ടി സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ പ്രതീഷ് കളത്തിൽ വീട്ടിൽ, VG പത്മനാഭൻ, CG തങ്കച്ചൻ, K ഭാസ്കരൻ, PM സുരേന്ദ്രൻ, VT തോമസ്, MB മോഹനൻ, സണ്ണി സിറിയക്, K രവീന്ദ്രൻ, KP ദയാനന്ദൻ,
പി പ്രസന്ന, സി നിഷ, കെ വി ഗംഗാധരൻ, കെ കെ പത്മനാഭൻ, അനൂപ് ചന്ദ്രൻ, പി സരോജിനി, സി പി ബിന്ദു, രാജീവൻ, അശോകൻ, പി മൈഥിലി, ടി ദേവാനന്ദൻ, എം അജേഷ്, എം വിനോദ്, കെ സജീന്ദ്രൻ, എൻ സി സുമോദ്, സഹകരണ ഓഡിറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീജ പുല്ലമ്പി തുടങ്ങിയവർ സംസാരിച്ചു. സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ സി വി ശശീന്ദ്രൻ പതാക ഉയർത്തിയതോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. LDFിന്റെ നേതൃത്വത്തിൽ ചൊക്ലി ഗ്രാമപഞ്ചായത്തിലും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലും വിജയിച്ച അംഗങ്ങൾക്ക് ഒളവിലം നാരായണൻ പറമ്പിൽ സ്വീകരണം നൽകി. CPIM പാനൂർ ഏരിയ സെക്രട്ടറി കെ ഇ കുഞ്ഞബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. LDFിന്റെ നേതൃത്വത്തിൽ ചൊക്ലി ഗ്രാമപഞ്ചായത്തിലും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലും വിജയിച്ച അംഗങ്ങൾക്ക് ഒളവിലം നാരായണൻ പറമ്പിൽ സ്വീകരണം നൽകി. CPIM പാനൂർ ഏരിയ സെക്രട്ടറി കെ ഇ കുഞ്ഞബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു കരുത്തുറ്റ മുന്നണിയായി, ഒരു പ്രസ്ഥാനമായി വളർന്നു വന്നത് എന്നത് ചൊക്ലിയുടെ ചരിത്രം പരിശോധിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ജനകീയമായ ഇടപെടലുകൾ, വികസന പ്രവർത്തന രംഗത്ത് ചൊക്ലിയിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റം, ഇതെല്ലാം ഈ നാട്ടിലെ ജനതയുടെ മുമ്പാകെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഒളവിലം പ്രദേശം നേരത്തെ ഉണ്ടായിരുന്നതിന് വ്യത്യസ്തമായി വലിയ നിലയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളും നടപ്പായി എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. ഇനിയും ഒട്ടേറെ വികസന പ്രശ്നങ്ങൾ ഈ മേഖലക്കകത്ത് നമുക്ക് നടപ്പിലാക്കാൻ ബാക്കിയുണ്ട്. ഘട്ടം ഘട്ടമായി ആ വികസന പ്രവർത്തനങ്ങളാകെ ഏറ്റെടുക്കാനും നടപ്പാക്കാനും പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു മുന്നണിയും പാർട്ടിയുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന കാര്യം നിങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. പി രഗ്നേഷ് അധ്യക്ഷനായി. കെ പി രതീഷ് കുമാർ സ്വാഗതം പറഞ്ഞു. ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ അനൂപ്, വി കെ രാഗേഷ്, ഉദയൻ മാസ്റ്റർ, NCP നേതാവ് കെ ജയാനന്ദൻ എന്നിവർ സംസാരിച്ചു. ശരണ്യ, ബാലസംഘത്തിന്റെ ശരണ്യ. മൊകേരിയിലെ പ്രമുഖ കുടുംബമായ നാമത്ത് പൊന്നൻ തറവാട് കുടുംബസംഗമം വലിയ വെളിച്ചം വജ്ര ഓഡിറ്റോറിയത്തിൽ നടന്നു. സയ്യിദ് ജിഫ്രി റഹ്മാനി പള്ളിക്കൽ ഉദ്ഘാടനം ചെയ്തു. വജ്ര ഓഡിറ്റോറിയത്തിൽ സയ്യിദ് ജിഫ്രി റഹ്മാനി പള്ളിക്കൽ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും നല്ല വാപ്പ എന്ന് പറയുന്നത് മക്കൾക്കിടയിൽ ഏറ്റവും നല്ല വാപ്പയാര്, അയാളാണ് ഏറ്റവും നല്ല വാപ്പ. മറ്റൊരു ചോദ്യം, ഏറ്റവും നല്ല ഭർത്താവ് ആരാണ് നബിയെ? 11ഓളം ഭാര്യമാരെ ഒരു മാലയിൽ കോർത്ത മുത്തുകൾ പോൽ ഏറ്റക്കുറച്ചിലുകൾക്ക് വിധേയമാക്കാതെ 1400 വർഷങ്ങൾക്കിപ്പുറം കുടുംബജീവിതത്തെ ചർച്ച ചെയ്യുമ്പോ പ്രവാചകന്റെ കുടുംബജീവിത മാതൃകയെ നമ്മൾ പറയുമ്പോ ഒരാൾ 11 ഭാര്യമാരിൽ ഭർത്താവായി പ്രായഭേദ്യമന്യേ ജീവിച്ചു വഫാത്തായ പരിശുദ്ധ നബിയോടാണ് ഏറ്റവും നല്ല ഭർത്താവ് ആരാണ് നബിയെ എന്ന ചോദ്യം വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, ഖൈറുഹും ലിഅസ്വാജിഹിം. ഭാര്യമാർക്കിടയിൽ ഒരു പെണ്ണ് പറയുന്നു, എന്റെ ഭർത്താവ്
എല്ലാ ഗുണങ്ങളും ഒത്തവനെന്നൊരു പെണ്ണ് പറഞ്ഞാൽ അയാൾ തന്നെ ഉത്തമനായ ഭർത്താവെന്ന് മുഹമ്മദ് റസൂൽ. നാസർ കൂരാറ അധ്യക്ഷത വഹിച്ചു. മഹ്റൂഫ് പോതിയാൽ സ്വാഗതം പറഞ്ഞു. KP യൂസഫ്, MV യൂസഫ്, മുസ്തഫ കമാൽ, ലത്തീഫ് സഫ, ആബിദ്, മുസ്തഫ മാസ്റ്റർ, റയീസ് തലശ്ശേരി, അബൂബക്കർ ചുക്ലി, മുഹമ്മദ് അലി സഫ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും നടന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ശിവാംഗി കൾച്ചറൽ സെന്റർ, മാഹി. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ കഥക് നൃത്തത്തിന്റെ താളവുമായി ശിവാംഗി കൾച്ചറൽ സെന്റർ പുതുവർഷത്തിൽ പുതിയ ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. താളവാദ്യലയത്തോടെ കൈമുദ്രകളാലും ചടുലമായ അംഗവിക്ഷേപങ്ങളാലും ഉയരുന്ന കഥക്കിന്റെ ധ്വനികൾ ഇനി മയ്യഴിയിലും. വിദഗ്ധരായ അധ്യാപകരുടെ ക്ലാസുകൾ. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഡാൻസ് സ്റ്റുഡിയോ. ശിവാംഗി കൾച്ചറൽ സെന്റർ, BLM ടവർ, ഹോസ്പിറ്റൽ റോഡ്, മാഹി. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തകൾ തുടരുന്നു. മാഹി നവോദയൻ ഫുട്ബോൾ സൗഹൃദ കൂട്ടായ്മയുടെ വാർഷിക സമ്മേളനവും സൗഹൃദ ഫുട്ബോൾ മത്സരവും സംഘടിപ്പിച്ചു.
വടകര SI മനോജ് കുമാർ, സുധാകരൻ മാസ്റ്റർ മെമ്മോറിയൽ ഫുട്ബോൾ അക്കാദമി ചീഫ് കോച്ച് PR സലീം എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. നവോദയൻ ഫുട്ബോൾ സൗഹൃദ കൂട്ടായ്മയുടെ വാർഷിക സമ്മേളനവും സൗഹൃദ ഫുട്ബോൾ മത്സരവും സംഘടിപ്പിച്ചു. മാഹി ഇൻഡോർ സ്റ്റേഡിയം കോമ്പൗണ്ട് ഗ്രൗണ്ടിൽ നടന്ന ഫുട്ബോൾ മത്സരം വടകര SI മനോജ് കുമാർ, സുധാകരൻ മാസ്റ്റർ മെമ്മോറിയൽ ഫുട്ബോൾ അക്കാദമി ചീഫ് കോച്ച് PR സലീം എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. നമ്മളൊരു സ്പോർട്സ് പ്രേമി ആയതുകൊണ്ട് അത് വളരെ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുന്നു. പിന്നെ പറഞ്ഞതുപോലെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകം നിങ്ങൾക്ക് അറിയാലോ. പ്രത്യേകിച്ച് ഞങ്ങൾ പോലീസുകാർ വളരെയേറെ ബുദ്ധിമുട്ടുന്ന സംഭവമാണ്. കാരണം നാട്ടിലില്ലാത്ത പ്രശ്നങ്ങളില്ല, അതിന്റെ കൂടെ ഈ മയക്കുമരുന്നും മദ്യമൊക്കെ ആയിട്ടുള്ള ആ പ്രശ്നങ്ങൾ വേറെ. അപ്പോൾ അതിനിടയിൽ ഇങ്ങനത്തെ ഒരു സൗഹൃദ കൂട്ടായ്മ, ഒരു എപ്പോഴും മനസ്സിലെ ആ സ്പോർട്സിനോടുള്ള പ്രേമം കാത്തു സൂക്ഷിക്കുന്ന നിങ്ങളെ ഞാൻ അക്കാര്യത്തിൽ വളരെയേറെ അഭിനന്ദിക്കുന്നു. പിന്നെ ഇന്നും ഈ കൂട്ടായ്മ നിലനിർത്തണം. ചടങ്ങിൽ മാഹി ഡെപ്യൂട്ടി തഹസിൽദാർ TC രവ്, K അജേഷ് എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ MC വരുൺ സ്വാഗതവും പ്രേം ശ്രാവൺ നന്ദിയും പറഞ്ഞു. കൂട്ടായ്മയിലെ അംഗങ്ങൾ തമ്മിൽ ഗ്രീൻ ആൻഡ് ഓറഞ്ച് ഹൗസ് എന്നീ ടീമുകളായി പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ 6-4 ഗ്രീൻ ഹൗസ് വിജയിച്ചു. വിജയികൾക്കുള്ള മെഡൽ ദാനം PR സലീം, T സൗരവ്, K അജേഷ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. നിഹോൺ ഷോട്ടോക്കൻ കരാട്ടെ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ബ്ലാക്ക് ബെൽറ്റ് പരീക്ഷയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി 3 ദിവസത്തെ പരിശീലന ക്യാമ്പും ബ്ലാക്ക് ബെൽറ്റ് പരീക്ഷയും നടന്നു. സ്പോർട്സ് കരാട്ടെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യയുടെ വിവിധ ബ്രാഞ്ചുകളിൽ നിന്നായി 31 വിദ്യാർത്ഥികൾ ബ്ലാക്ക് ബെൽറ്റ് പരീക്ഷയിൽ പങ്കെടുത്തു. നിഹോൺ ഷോട്ടോക്കൻ കരാട്ടെ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ബ്ലാക്ക് ബെൽറ്റ് പരീക്ഷയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി 3 ദിവസത്തെ പരിശീലന ക്യാമ്പും ബ്ലാക്ക് ബെൽറ്റ് പരീക്ഷയും നടന്നു. പരീക്ഷയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കായി 1 മാസത്തെ പ്രത്യേക പരിശീലനവും ഉണ്ടായിരുന്നു. വിജയികളായ വിദ്യാർത്ഥികൾക്ക് ബ്ലാക്ക് ബെൽറ്റ് സർട്ടിഫിക്കറ്റ് ഏപ്രിലിൽ നടക്കുന്ന ബ്ലാക്ക് ബെൽറ്റ് അവാർഡ് ദാന ചടങ്ങിൽ നൽകും. ചീഫ് എക്സാമിനർ സെൻസായ് വിനോദ് കുമാർ നേതൃത്വം നൽകി. ഗ്രൗണ്ട് പോയി ഏകദേശം 10 കിലോമീറ്ററെങ്കിലും റണ്ണിങ് ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രൗണ്ട് എക്സസൈസ്, പിന്നെ 3 ദിവസങ്ങളായി തിയറി എക്സാമിനേഷൻ ഉൾപ്പെടെ ആണ് നമ്മുടെ എക്സാം എല്ലാ വർഷവും നടക്കാറ്. ഇയറിൽ 1 വർഷം മാത്രമേ നമ്മുടെ ബ്ലാക്ക് ബെൽറ്റ് എക്സാമിനേഷൻ നടക്കാറുള്ളൂ. ഇതിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷനിൽ അഫിലിയേറ്റ് ചെയ്ത കരാത്തെ ഇന്ത്യ ഓർഗനൈസേഷൻസിൽ മെമ്പർഷിപ്പുള്ള നാഷണൽ ബോഡി നിഹോൺ ഷോട്ടോക്കൻ കരാത്തെ അസോസിയേഷൻ്റെ സർട്ടിഫിക്കറ്റ് നാഷണൽ ലെവലിൽ വിദ്യാർത്ഥികൾക്ക് നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ ബ്ലാക്ക് ബെൽറ്റ് അവർക്ക് നൽകുന്നതായിരിക്കും. വളരെ ആർഭാടത്തോടു കൂടിയിട്ടാണ് നമ്മൾ വളരെ നല്ല രീതിയിലാണ് നമ്മൾ ബ്ലാക്ക് ബെൽറ്റ് അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിക്കാറ് എല്ലാ വർഷവും. ഈ വർഷവും അങ്ങനെ തന്നെയാണ് നമ്മളുടെ ആഗ്രഹം. നല്ല രീതിയിലുള്ള ബ്ലാക്ക് ബെൽറ്റ് അവാർഡ് ദാന ചടങ്ങ് ഒരുപാട് രക്ഷിതാക്കളും അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കളൊക്കെ വന്നു ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ പരിപാടിയായിട്ടാണ് നമ്മൾ സാധാരണ പല ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഇങ്ങനെയൊരു ഫംഗ്ഷൻ നടക്കുന്നത്. സ്പോർട്സ് കരാട്ടെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യയുടെ വിവിധ ബ്രാഞ്ചുകളിൽ നിന്നായി 31 വിദ്യാർത്ഥികൾ ബ്ലാക്ക് ബെൽറ്റ് പരീക്ഷയിൽ പങ്കെടുത്തു. പ്രിയ, ഞാൻ ഇവിടെ കരാട്ടെ സ്കൂളിൽ 4 വർഷമായി പഠിക്കുന്നു. ഇന്ന് എൻ്റെ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് എക്സാമിനായി എൻ്റെ സാറ് എൻ്റെ കുറേ കാലത്തെ സ്വപ്നമായിരുന്നു, അത് നിറവേറുന്നു. ഇപ്പോൾ ഇതാ വിനോദ് സാറ് കൊണ്ട് എനിക്കിപ്പോൾ ഒരു ബ്ലാക്ക് ബെൽറ്റ് കിട്ടാൻ പോകുന്നു. പിന്നെ ഈ സ്കൂൾ എനിക്ക് 1 മാസമായി ഇവിടെ നല്ല ട്രെയിനിങ് ആണ് ഇവിടെ തന്നുകൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം വിനോദ് സാറാണ് കാരണം. പിന്നെ എൻ്റെ പഠിപ്പിക്കുന്ന എൻ്റെ കുറേ ഇൻസ്ട്രക്ടേഴ്സ്, അവർക്ക് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. പിന്നെ ഇത്രയും നല്ല ഒരു അവസരം എനിക്ക് തന്ന വിനോദ് സാറിനോട് എനിക്ക് നല്ല നന്ദി പറയാനുണ്ട്.
ഒളവിലം പി ഉമ്മർ ഹാജി മെമ്മോറിയൽ പകൽ വീടിന്റെ നേതൃത്വത്തിൽ ഒളവിലം മേഖലയിലെ വാർഡ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾക്ക് അനുമോദനവും സ്വീകരണവും നൽകി. പി ഉമ്മർ ഹാജി ട്രസ്റ്റ് ചെയർമാനും എഴുത്തുകാരനുമായ മൊയ്തു ഹാജി പാറേമ്മൽ ഉദ്ഘാടനം ചെയ്തു. ഒളവിലം പി ഉമ്മർ ഹാജി മെമ്മോറിയൽ പകൽ വീടിന്റെ നേതൃത്വത്തിലാണ് വാർഡ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾക്ക് അനുമോദനവും സ്വീകരണവും ഒരുക്കിയത്. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് കാഞ്ഞിരത്തിന് കീഴിൽ ചുക്ലി ഡിവിഷനുകളിൽ വിജയിച്ച അംഗങ്ങൾ എ ഉഷ, ടി വി മിഫ്താഹ്, ചുക്ലി പഞ്ചായത്ത് വാർഡ് 10 അംഗം കെ റിജിന, വാർഡ് 11 അംഗം ആരതി ടീച്ചർ, വാർഡ് 12 അംഗം വരക്കൂൽ പുരുഷു, വാർഡ് 13 അംഗം കെ വിനി, പാനൂർ നഗരസഭാ വാർഡ് 24 കൗൺസിലർ ഷമീന ഇല്യാസ് എന്നിവർക്ക് പി ഉമ്മർ ഹാജി മെമ്മോറിയൽ പകൽ വീടിൽ അനുമോദനവും സ്വീകരണവും നൽകി. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രദേശവാസികളും ചടങ്ങിൽ സംബന്ധിച്ചു. പി ഉമ്മർ ഹാജി ട്രസ്റ്റ് ചെയർമാനും എഴുത്തുകാരനും കൂടിയായ മൊയ്തു ഹാജി പാറേമ്മൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ ഒളവിലത്തിന്റെ മുഖച്ഛായ മാറ്റിയ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച ഒരു മഹാ വ്യക്തിയുടെ ഉമ്മർ ഹാജി എന്ന് പറയുന്നവരുടെ നാമധരണത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്ന ഈ പകൽ വീട് ഇവിടെ അന്തേവാസികളും സാധാരണ കുറവാണെങ്കിലും ഒരു മാതൃകയാണ്. ഉള്ളവര് ഇവിടെ വന്നിരുന്ന് രാവിലെ മുതൽ വരെ വീട്ടിലുള്ള പല വീടുകളിലും വാർദ്ധക്യം ബാധിച്ചവർക്ക് ഒരു അസംതൃപ്തിയാണ്. കാരണം മക്കളോ അവരൊന്നും ആരും ഉണ്ടാവില്ല. അവര് വാർദ്ധക്യത്തിന്റെ കുറേ രോഗങ്ങളും അതിനെ അതിജീവിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കുമ്പോൾ, ഒറ്റപ്പെട്ടൊരു വീട്ടിൽ ജീവിക്കുമ്പോൾ അവരെ പ്രയാസം ചില്ലറയായിരിക്കില്ല. അവരെ സഹായിക്കാനും അവരെ സാന്ത്വനപ്പെടുത്താനും അവിടെ ആരും ഉണ്ടാവില്ല. ഇവരെല്ലാം മക്കളെല്ലാം അകലെയായിരിക്കും. ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് സമയം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവരെ ആദരിക്കാൻ വേണ്ടി ആദ്യമായി നമ്മൾ ഒരു വയോജന വിശ്രമ കേന്ദ്ര നിലക്ക് ശ്രീനാരായണ മഠം മോന്താരിലെ ഹാജിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയിരുന്നു. പകൽവീട് സപ്പോർട്ടിംഗ് കമ്മിറ്റി കൺവീനർ ഗംഗാധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പി ഉമ്മർ ഹാജിയുടെ മകൻ ശംസുദ്ദീൻ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെ വി കെ കാസിം, കെ അബ്ദുൽ നസീർ, കെ പി രതീഷ് കുമാർ, കെ സി രാജൻ മാസ്റ്റർ, ടി ടി ഫാറൂഖ് ഹാജി, വി പി അബ്ദുൽ നാസർ, മുസ്തഫ കലിമ, പി സി അബ്ദുല്ല ഹാജി, ഖാദർ പറമ്പത്ത് എന്നിവർ ഹാരാർപ്പണം നടത്തി. തുടർന്ന് കെ പി രതീഷ് കുമാർ, കെ നജീബ്, സി വി മുസ്തഫ, വി പി മുനീർ, കെ നിസാമുദ്ദീൻ, സുലൈമാൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പി ഉമ്മർ ഹാജി ട്രസ്റ്റ് ചെയർമാൻ പി മൊയ്തു ഹാജിയെ പകൽ വീടിലെ മുതിർന്ന അംഗം ചന്ദ്രൻ പൊന്നാടയണിയിച്ച് ആദരിച്ചു. വി കെ ഖാലിദ് നന്ദി പറഞ്ഞു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മഹാരാഷ്ട്ര സംസ്ഥാന കമ്മിറ്റിയുടെ നവീകരിച്ച ഓഫീസ് മുംബൈ ബണ്ടി ബസാർ മിനാര മസ്ജിദിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് സൈനുൽ ആബിദ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മഹാരാഷ്ട്ര സംസ്ഥാന കമ്മിറ്റിയുടെ നവീകരിച്ച ഓഫീസ് മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് സൈനുൽ ആബിദ് ഉദ്ഘാടനം ചെയ്തു. വരാനിരിക്കുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിൽ മുസ്ലിം ലീഗിന് തിളക്കമാർന്ന വിജയം ഉറപ്പാക്കാൻ എല്ലാ പ്രവർത്തകരും ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങണമെന്ന് അദ്ദേഹം പറഞ്ഞു. लोकल बॉडी सेट होने से ही फायदा होता है अपना वर्कर को, वो भी सेट हो जाता है, छोटा छोटा काम में हो जाता है, फिर सेट हो जाते हैं. फिर तो असेंबली देखें एकदम आपको काम नहीं करता है, लेकिन जब टीम नहीं है डिवाइडिंग तोड़ से तभी असेंबली इलेक्शन में जाके अब लड़ने का फायदा नहीं है. अभी एक चांसेस है, अभी बहुत लोग टिकट मांग रहा है, लेकिन 3-4 कॉन्स्टिट्यूशन आप लोग कॉन्सेंट्रेट करो, सेलेक्ट करो, ज़्यादा चांसेस किधर है, उसमें क्या चाहिए हम लोग सपोर्ट करेगा ज़रूर. अभी देखो ये महिला लीग का लीडर भी है, अभी इनको अभी तो पहले कुछ
पॉलिटिकल पार्टियों में एक्सपीरियंस भी है, अच्छा स्पीच कर सकते हैं। अभी किसी का दिल का दुख क्या वो उसको मालूम है, तकलीफ क्या मालूम है, कैसा बढ़ाना मालूम है, डीएमसी में आएगा तो क्या कर सकता है मालूम है। ये चांस आप लोग पूरा यूटिलाइज करने का। अभी ज़्यादा इधर अभी टाइम में ज़्यादा बात नहीं चाहिए, अभी हमारा पूरा कंसंट्रेशन इसमें चाहिए। हम है साथ में, मैं देखो मैं नेशनल कमेटी में अभी कतर में कुटी साहब जनरल सेक्रेटरी को बोलेंगे, इधर के एक्शन वाले भी तांगल कुमार साहब को बोलेंगे, प्रेसिडेंट साहब को बोलेंगे, जो जिसको चाहिए आप लोगों को कर सकता है। इसका रिजल्ट इस बार हाथ से नहीं निकलेगा इंशाल्लाह। ये अभी देखो ये हमारा पुराना ऑफिस है, इंशाल्लाह बड़ा ऑफिस कर सकता है। कंसंट्रेशन करो। अभी आप किधर रहते हैं? बॉम्बे। बॉम्बे क्या है, पूरा इंडिया का लोग, बाहर का लोग, आउट ऑफ द इंडिया। अभी केरला में हमको मालूम है 5 मिनिस्टर था, 20 MLA था आज से 10 साल पहले, अभी भी 16 MLA है। ओके, अभी देखो फिर कितना कॉर्पोरेशन, कितना ये सब क्यों हो गया? अभी देखो बहुत मेहनत कर की, कॉन्सेंट्रेट कर, उधर भी इधर जो इश्यू है उधर भी है। अभी देखो कोई किसी को नहीं कर सकता, इधर 30 करोड़ मुसलमान है इंडिया में, इसको क्या करेगा? कुछ कर सकता है? ऐसा नहीं कर सकता ना, सब इधर का है ना। ऐसा कोई भी सरकार आएगा उसका कोई लाइन होगा, उसका कोई स्ट्रिक्ट होगा, वो तो पॉलिटिकली है। इसलिए आप लोगों को इसमें बिल्कुल डरना नहीं। क्यों? वो भी हमारा दोस्त है, हमारा पड़ोसी है, उसके साथ अच्छा पॉजिटिव एटीट्यूड रखो, अच्छा रिलेशन करो, लेकिन अपना काम आप करो। अपना वोट नहीं देगा, देखो आपका पैसे से भी बड़ा है आपका वोट। സങ്കീർണമായ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ വിജയിച്ച് തദ്ദേശ ഭരണകൂടങ്ങളിൽ സജീവ പങ്കാളിത്തം വഹിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ ജനസംഖ്യയുടെ 20% വരുന്ന മുസ്ലിം ജനവിഭാഗത്തെ അവഗണിച്ച് ഒരു ശക്തിക്കും മുന്നോട്ടു പോകാനാകില്ലെന്നും ആ ലക്ഷ്യം മുൻനിർത്തി ഐക്യത്തോടെ പോരാടണമെന്നും അദ്ദേഹം പറഞ്ഞു. മഹാരാഷ്ട്ര മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി CH അബ്ദുറഹ്മാൻ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് മുംബൈ പ്രസിഡന്റ് റഷീദ് ബക്ല, ജനറൽ സെക്രട്ടറി അബ്ദുൾ മജീദ്, റിസ്വാന ഖാൻ, KMCC നേതാക്കളായ അസീസ് മാണിയൂർ, KP അബ്ദുൾ ഗഫൂർ, TKC മുഹമ്മദ് അലി ഹാജി, MA ഖാലിദ്, മസൂദ് മാണിക്കോത്ത്, PB സിദ്ദീഖ്, ഷംനാസ് പോക്കർ തുടങ്ങിയവർ സംസാരിച്ചു. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു.
ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. KNM വിദ്യാഭ്യാസ ബോർഡ് നടപ്പാക്കിയ മദ്രസാധ്യാപക ട്രെയിനിംഗ് കോഴ്സിന്റെ ജില്ലാതല ഉദ്ഘാടനം ചിറക്കരയിൽ നടന്നു. സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡ് അംഗം CH ഇസ്മായിൽ ഫാറൂഖി ഉദ്ഘാടനം ചെയ്തു. KNM വിദ്യാഭ്യാസ ബോർഡ് നടപ്പിലാക്കിയ മദ്രസാധ്യാപക ട്രെയിനിംഗ് കോഴ്സിന്റെ ജില്ലാതല ഉദ്ഘാടനം ചിറക്കരയിൽ നടന്നു. സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡ് അംഗം CH ഇസ്മായിൽ ഫാറൂഖി ഉദ്ഘാടനം ചെയ്തു. സവിശേഷതയും സവിസ്തരം വിശദീകരിക്കുകയുണ്ടായി. ഇനിയൊരു പ്രഭാഷണത്തിന്റെ വിശദീകരണത്തിന്റെ ആവശ്യമില്ല. ഈ കോഴ്സ് രുചിച്ചവർ, സംബന്ധിച്ചവർ ഇത് പോരാ, ദിവസങ്ങൾ പോരാ, മാസങ്ങൾ പോരാ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്ന ഒരു സന്ദർഭമായിട്ടാണ് കാണുന്നത്. 2 ഘട്ടം അവസാനിച്ചു. കേരള ഹിദ്ബുത്തുൽ മുജാഹിദീൻ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ നടത്തപ്പെടുന്ന ജില്ലാ സെക്രട്ടറി ഡോക്ടർ അബ്ദുറഹ്മാൻ കൊളത്തായി അധ്യക്ഷനായി. COT മുഹമ്മദ് അക്രം, VM നസീർ, സഹീർ മാസ്റ്റർ, ഇസ്മായിൽ, ആയിഷ ടീച്ചർ, ഫുആദ സക്കരിയ, കാസിം കൂത്തുപറമ്പ് എന്നിവർ സംസാരിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി TV അൻസാർ മാസ്റ്റർ സ്വാഗതവും KM മൂസ നന്ദിയും പറഞ്ഞു. 6 മാസം നീണ്ടു നിൽക്കുന്ന കോഴ്സ് തലശ്ശേരി, കൂത്തുപറമ്പ് എന്നിവിടങ്ങളിൽ ജനുവരി ആദ്യവാരം ആരംഭിക്കും. പാട്യം ഗ്രാമപഞ്ചായത്തിലെ മികച്ച മാതൃകാ കർഷകനായ ശങ്കുടിയുടെ വേനൽക്കാല പച്ചക്കറി കൃഷിയുടെ നടീൽ ഉദ്ഘാടനം നടന്നു. പാട്യം പഞ്ചായത്ത് പ്രസിഡന്റ് KP പ്രദീപൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. പാട്യം ഗ്രാമപഞ്ചായത്തിലെ മികച്ച മാതൃകാ കർഷകനായ ശങ്കുണ്ണിയുടെ വേനൽക്കാല പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനമാണ് പാട്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP പ്രദീപൻ മാസ്റ്റർ നിർവഹിച്ചത്. വാർഡ് അംഗം അനുരാഗ് പാലേരി അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ അശ്വതി പദ്ധതി വിശദീകരിച്ചു. പാട്യം വില്ലേജ് കർഷക സംഘം പ്രസിഡന്റ് പ്രകാശൻ, മറ്റ് കർഷകർ തുടങ്ങിയവർ സംസാരിച്ചു. കൃഷിവകുപ്പിന്റെ സഹായത്തോടുകൂടി 1 ഏക്കർ വരുന്ന തരിശു നിലത്തിലാണ് ശങ്കുണ്ണി വെള്ളരി, വെണ്ട, പച്ചമുളക്, വഴുതന എന്നീ വിളകൾ കൃഷി ചെയ്യുന്നത്. അതേപോലെ മറ്റ് ഫലവർഗ്ഗങ്ങളൊക്കെ മാതൃകാപരമായി കൃഷി ചെയ്തുകൊണ്ട് പഞ്ചായത്തിലെ തന്നെ പേരും പെരുമയും എല്ലാ മേഖലയിലും എത്തിക്കുന്ന ഒരു കർഷകനാണ് ശങ്കുണ്ണി എന്ന് പറയുന്നത്. ശങ്കുണ്ണി ഒരു വ്രതം പോലെയാണ്. അതായത് ഒരു വ്രതശുദ്ധി എന്നതുപോലെ തന്നെ പുലർകാലത്ത് വയലിലിറങ്ങി ഏതാണ്ട് സായാഹ്നം അന്തി മയങ്ങുന്നത് വരെ വയലിൽ തന്നെ നിന്നുകൊണ്ട് അങ്ങനെ ഒരു കൃഷി ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ സാധിച്ചിട്ടുള്ളത്. കൃഷിഭവന്റെയും അതേപോലെ തന്നെ പഞ്ചായത്തിന്റെയും സഹായങ്ങൾ എല്ലാ കാലത്തും ഒരളവോളം പ്രിയപ്പെട്ട ശങ്കുണ്ണിക്ക് കിട്ടിയിട്ടുണ്ട്. കേരള കർഷക സംഘത്തിന്റെ പുതിയൊരു യൂണിറ്റിന്റെ കരിയാട് പ്രദേശത്തെ പ്രമുഖ കുടുംബമായ പനങ്ങാട് തറവാട് കുടുംബസംഗമം കരിയാട് പനങ്ങാട് നടന്നു. കുടുംബത്തിലെ നിരവധി അംഗങ്ങൾ ഒത്തുകൂടി. കരിയാട്ടെ പുരാതന തറവാടുകളിലൊന്നായ പനങ്ങാട് തറവാട് കുടുംബസംഗമം കരിയാട് പനങ്ങാട് നടന്നു. പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ നൌഷദ് കൂടത്തിൽ ഉദ്ഘാടനം ചെയ്തു. അവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒരു കുടുംബസംഗമം നല്ല രീതിയിൽ മുന്നോട്ട് പോകുക, ഈ കുടുംബത്തിന്റെ പേരിൽ സമൂഹത്തിന് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവരൊക്കെ ഉണ്ടാവും. അവരെയൊക്കെ ചേർത്ത് നിർത്തി നമ്മുടെ സമൂഹത്തിലുള്ള ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കാനും നല്ല സന്തോഷത്തിലും കൂട്ടായ്മയിലും സ്നേഹത്തിലും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഈ ഒരു കുടുംബത്തിന് സാധിക്കട്ടെ. നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് ഒരു കുടുംബം ഇന്നത്തെ കാലത്ത് ഒരു നല്ല രീതിയിൽ മൂല്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ്. ഒരുപാട് സാങ്കേതിക വിദ്യകളും സൗകര്യങ്ങളും നമ്മുടെ വികസനങ്ങളും കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലും നമ്മുടെ കുടുംബം ഒത്തൊരുമിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്ന ഈ സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട ജാഗ്രതകൾ പുലർത്തേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. കാരണം നമ്മുടെ മക്കള്
അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഇപ്പൊ സോഷ്യൽ മീഡിയകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സൗകര്യങ്ങളും ഒക്കെ തന്നെ നമ്മുടെ മക്കളെ പ്രത്യേകം ജാഗ്രതയോടുകൂടി നിരീക്ഷിക്കേണ്ട കാലമാണ്. ഹനീഫ പാലേരി അധ്യക്ഷനായി. പാനൂർ നഗരസഭ വൈസ് ചെയർമാൻ TM ബാബുരാജ് മാസ്റ്റർ, NA കരീം, ഷമീന ഇല്യാസ്, KC ഹസീന എന്നിവർ സംസാരിച്ചു. മഹമ്മൂദ് കോക്കാട്ട് സ്വാഗതവും മുനീർ തക്കയിൽ നന്ദിയും പറഞ്ഞു. മോട്ടിവേഷൻ ട്രെയിനർ രംഗീഷ് കടവത്ത് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. തുടർന്ന് ഹുസൈൻ ചെറുതുരുത്തിയുടെ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും നടന്നു. അഷ്റഫ് പർബത്ത് ഛായാചിത്ര സമർപ്പണം നടത്തി. കലാഭവൻ അഷ്കറും സംഘവും അവതരിപ്പിച്ച മാജിക് ഡാൻസ്, മുതിർന്ന കുടുംബാംഗങ്ങളെ ആദരിക്കൽ, കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ എന്നിവയും നടന്നു. 4 ദിവസങ്ങളിലായി നടന്ന ചേറ്റംകുന്ന് കളത്തിൽ കൂലോത്ത് ശ്രീ കുട്ടിച്ചാത്തൻ ക്ഷേത്രം തിറമഹോത്സവം സമാപിച്ചു. വിവിധ തെയ്യങ്ങൾ കെട്ടിയാടി. ചേറ്റംകുന്ന് കളത്തിൽ കൂലോത്ത് ശ്രീ കുട്ടിച്ചാത്തൻ ക്ഷേത്രം തിറമഹോത്സവം 4 ദിവസങ്ങളിലായി നടന്നു. മഹോത്സവത്തിന്റെ ഭാഗമായി നട്ടത്തിറ വെള്ളാട്ടങ്ങൾ, വിവിധ തെയ്യങ്ങളുടെ വെള്ളാട്ടങ്ങൾ, ഗുളികൻ, മഹാഭൈരവൻ, ചാന്ത് കുട്ടിച്ചാത്തൻ, ചാന്ത് തൊടൽ, അഗ്നികണ്ഠാകർണൻ, ഉച്ചിട്ട ഭഗവതി, കാർണവർ, ഉച്ചിട്ട ഭഗവതിയുടെ മേലേരിയും അഗ്നിപ്രവേശവും, തിരുമുടിയും, കരുവാൾ ഭഗവതി, ആകാശഗന്ധർവൻ എന്നിവ നടന്നു. പീഠം കുളിയോടെ സമാപനമായി. നിരവധി ഭക്തർ പങ്കെടുത്തു.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആശയപരമായ രാഷ്ട്രീയത്തിനു പകരം CPM അക്രമ രാഷ്ട്രീയം നടത്തുകയാണെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. പിണറായിയുടെ ഒത്താശയോടെയാണിതെന്നും മാർട്ടിൻ ജോർജ്. ചമ്പാട് കീഴന്തിമുക്ക് റോഡ് നവീകരണത്തിന്റെ അലൈൻമെന്റ് മാറ്റാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. മുൻകൂട്ടി തീരുമാനിച്ച് കുറ്റിയിട്ട അലൈൻമെന്റ് മാറ്റാനുള്ള നീക്കത്തിനെതിരെയാണ് പ്രതിഷേധം. തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ 3 ദിവസങ്ങളിലായി നടന്ന ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന് സമാപനം. സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ചരിത്രത്തിന്റെ ആഴത്തിലുള്ള പുനർവായനയ്ക്ക് വേദിയായി ചരിത്ര കോൺഗ്രസിലെ പാനൽ ചർച്ചകൾ. പ്രാചീന ഇന്ത്യ മുതൽ ആധുനിക കാലം വരെയുള്ള വിവിധ വിഷയങ്ങളിൽ പ്രഗത്ഭർ പ്രബന്ധാവതരണം നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.